ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് കോഴ്സ്. എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു മാജിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം കൊച്ചു വാക്കുകളാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. മോഡൽസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഓക്സിലറി വെർബുകൾ വേറെയും പഠിക്കുന്നുണ്ട്. ഈസ്, ആമ്, ആറ്, വാസ്, വേറ് എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ ഉപയോഗം നിങ്ങൾക്കറിയാം. അതൊക്കെ നമുക്ക് പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈസ്, ആമ്, ആറും, വാസും, വേറൊക്കെ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഭാഷയുടെ ആത്മാവെന്ന് വിളിക്കാവുന്ന ഈ പറയുന്ന മോഡൽ വെർബുകളിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അത് വില്ല്, ഷാള് മുതൽ ക്യാൻ, ഹാവ്, ഹാഡ്, ഓട്ട് ടു, ഡെയർ തുടങ്ങി കുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, ഓട്ട് ടു ബി, അങ്ങനെ പോകുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് വരെയുള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ഈ മോഡൽസ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് മോഡൽസ് ഉണ്ട്, സെമി മോഡൽസ് ഉണ്ട്, മോഡൽ ഇക്വലൻസ് ഉണ്ട്, അതുപോലെ പാസ്റ്റ് മോഡൽസ് ഉണ്ട്. ഇതെല്ലാം ഈ ഒരു കോഴ്സിൽ വളരെ ക്ലിയറായിട്ട് ലളിതമായിട്ട് നമ്മൾ വിവരിക്കുന്നതാണ്. അതും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആംഗിളിലൂടെയാണ് നമ്മളിതിനെ വിശദീകരിക്കുന്നത്. ഈ പറയുന്നവയെല്ലാം ബേസിക്കലി നിങ്ങൾക്കറിയാം ഗ്രാമറാണ് എങ്കിൽ കൂടിയും കമ്മ്യൂണിക്കേറ്റീവ് ആംഗിളിലൂടെ, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആംഗിളിലൂടെയാണ് നമ്മളിതിനെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അധ്യായവും തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായ ഓർഡറിലൂടെ നിങ്ങൾ കണ്ട് പരിശീലിച്ചു പോവുക. അതായത് ഓരോ ക്ലാസ്സിൻ്റെ ചുവട്ടിലും താഴെ നിങ്ങൾക്ക് ടെസ്റ്റ് ലിങ്കുകൾ നൽകിയിട്ടുണ്ടാവും. ആ ടെസ്റ്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ് കണ്ടതിന് ശേഷം അവിടെ തന്നിരിക്കുന്ന അധിക വാക്യങ്ങൾ, സെൻറ്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കി പരിശീലിച്ച് പോവുക കൂടി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കോഴ്സിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിതൗട്ട് ഫർദർ ഡിലേ. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വാക്കുകളാണ് ഷാളും അതുപോലെ ഷുഡും. നമ്മുടെ ബേസിക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഇവയെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആംഗിളിലൂടെ എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഷാൾ എന്ന് പറയുന്ന ഈ കൊച്ചു വാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ഷാൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ഫോർമൽ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ചെയ്യും എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും എന്ന് പറയൂലേ, അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷാൾ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഞാൻ നിങ്ങളുടെ കൂടെ വരും, അത് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമെന്നാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമെന്നാണല്ലോ. ഞാൻ വരും എന്ന് പറയുന്ന ആ പ്രവൃത്തി ഞാൻ ചെയ്യുമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഐ ഷാൽ കം വിത്ത് യു. വി ഷാൽ ഗോ ടുഗെദർ. നമ്മൾ ഒരുമിച്ച് പോകും. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് വളരെ ഫോർമലായിട്ട് നോർമൽ കേസിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഞാനിങ്ങനെ ചെയ്യും എന്ന് പറയാൻ നമുക്ക് ഷാൾ ഉപയോഗിക്കാം. ഓക്കെ, ഷാൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, അത് ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കാം. ഈ നോർമൽ എന്ന് ഞാൻ പറയുന്നത് ഐ ഷാൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും. നോർമൽ കേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും വരും എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ സ്ട്രെസ് ചെയ്തൊന്നല്ല സംസാരിക്കുന്നത്. നോർമൽ കേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഐ അതുപോലെ വി പോലെയുള്ള ഐൻ്റെയും വിൻ്റെയും കൂടെ, അതല്ലെങ്കിൽ ഏതൊരു പ്രോനൗണിൻ്റെ കൂടെയും ഷാൾ നമ്മൾ ഉപയോഗിച്ച് പറയുമ്പോൾ അതൊരു നോർമൽ രൂപത്തിലാണ്. അതായത് ഐ അതുപോലെ വി പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ നോർമൽ കേസിൽ ഷാൾ ഉപയോഗിക്കുക. ഞാനെങ്ങനെ ചെയ്യും, ഞങ്ങളങ്ങനെ ചെയ്യും. ഈ ചെയ്യുമെന്ന് പറയാൻ ഒന്നുകിൽ അതിനകത്ത് ഞാൻ ഉണ്ടായിരിക്കണം, പറയുന്ന ആൾ, അല്ല ഞാനും ഞങ്ങളും, അതിനകത്ത് ആരുണ്ട്, പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യും, ഞങ്ങളിങ്ങനെ ചെയ്യും എന്ന് പറയാൻ നമുക്ക് ഷാൾ ഉപയോഗിക്കാം, നോർമലായിട്ട് പറയാൻ. ഓക്കെ, അല്ലെങ്കിൽ ഫോർമൽ കേസിൽ പറയാൻ. ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത റൂളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. രണ്ടാമത്തെ റൂള് പ്രോമിസ് പറയാൻ വേണ്ടിയിട്ട്, ചെയ്യാമെന്ന പ്രോമിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രോമിസ് ഇപ്പോൾ നിങ്ങളുടെ പ്രോമിസ് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതായത് ഐ അതുപോലെ വി എന്ന് പറയുന്ന പ്രോനൗൺസിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ചെയ്യാം, ഞാനിങ്ങനെ ചെയ്യാം, ദാറ്റ് ഇസ് എ പ്രോമിസ്
എൻ്റെ പ്രോമിസ് എനിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പ്രോമിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാനിങ്ങനെ ചെയ്യാം, നമുക്കൊരുമിച്ച് പോകാം, നമുക്കിങ്ങനെ ചെയ്യാം, ഞാനിങ്ങനെ ചെയ്യാം, ഞാനത് എടുക്കാം, ഞാനത് പൂർത്തിയാക്കി തരാം, ഞാൻ അവിടെ പോവാം, അങ്ങനെ ചെയ്യാം എന്ന അർത്ഥത്തിൽ ഷാൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ചെയ്യും എന്ന അർത്ഥത്തിൽ ഫോർമൽ കേസിൽ പറയാൻ ചെയ്യാം എന്ന പ്രോമിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ചെയ്തിരിക്കും എന്ന് പറയാൻ. അപ്പോൾ ചെയ്യും, ചെയ്യാം, ചെയ്തിരിക്കും. ഈ ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ഒരു അഷ്വറൻസ് ഉണ്ട്. ഓക്കെ, അഷ്വറൻസ് പറയാൻ വേണ്ടിയിട്ട് ഷാൾ ഉപയോഗിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാനും ഞങ്ങളും അല്ല, മറിച്ച് നിൻ്റെയും അവരുടെയും ഒക്കെ ഉറപ്പ് പറയാനാണ് ഷാൾ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ചൊന്നും ഈ റൂൾ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, ഇതൊരു ഓൾഡ് ഇംഗ്ലീഷ് റൂളാണ്. ഇപ്പോൾ നോർമൽ മീൻസ് പുതിയ ഇംഗ്ലീഷിൽ ചിലപ്പോൾ അത്ര സ്ട്രിക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണമെന്നില്ല, എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ റൂൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് അവൻ, അവൾ, നീ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അത്, ദേ, അവർ, ഇതിനകത്തൊന്നും ഞാനില്ല, ഞങ്ങളില്ല. അപ്പോൾ ഹീ, ഷീ പോലെയുള്ള, യു പോലെയുള്ള ഞാനല്ലാത്ത സെക്കൻഡ് തേർഡ് പേഴ്സൺസ്, യു എന്ന് പറഞ്ഞ സെക്കൻഡ് പേഴ്സൺ, ദേ, അവർ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ. അപ്പോൾ സെക്കൻഡ് തേർഡ് പേഴ്സൺസ് ഞാനല്ലാത്ത മറ്റുള്ള ആരുടെ ഒരു ഉറപ്പിനെയും അവരിങ്ങനെ ചെയ്തിരിക്കും എന്ന് പറയാൻ നമുക്ക് ഷാൾ ഉപയോഗിക്കാം. ഹീ ഷാൾ, ഷീ ഷാൾ, ദേ ഷാൾ, ഷീ ഷാൾ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ. അവൾ നാളെ നിൻ്റെ പുസ്തകം തിരിച്ചു തന്നിരിക്കും. ദേ ഷാൾ സപ്പോർട്ട് യു, അവർ നിന്നെ സഹായിച്ചിരിക്കും. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, ഞാൻ നാളെ നിൻ്റെ പുസ്തകം തിരിച്ചു തന്നിരിക്കും എന്ന് പറയുമ്പോൾ ഐ ഷാൾ അല്ല പറയേണ്ടത്, ഐ വിൽ. അതായത് ഐ അതുപോലെ വി എന്നിവയുടെ കൂടെ അഷ്വറൻസ് പറയാൻ നമ്മൾ വിൽ ഉപയോഗിക്കുമ്പോൾ ഹീ, ഷീ, യു, ഇറ്റ്, ദേ എന്നിവയുടെ കൂടെ അഷ്വറൻസ് പറയാൻ വേണ്ടി ഷാൾ ഉപയോഗിക്കുന്നു. സംഗതി ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ ഷാൾ ഉപയോഗിക്കുന്ന ആദ്യത്തേത് ചെയ്യും എന്ന അർത്ഥത്തിൽ വളരെ നോർമൽ ഫോർമൽ കേസിൽ ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പൊന്നുമില്ല, ഞാൻ ചെയ്യും, വി വിൽ ഡു ദാറ്റ്. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ഐൻ്റെയും വിൻ്റെയും കൂടെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയണമെങ്കിൽ നമ്മളല്ലെങ്കിൽ സ്ട്രോങ് ഡിറ്റർമിനേഷൻ പറയണമെങ്കിൽ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത കേസിൽ ഐ ഷാൾ, വി ഷാൾ എന്ന് പറയണമെങ്കിൽ, അതായത് ഞാൻ ഒന്നാമത്തെ റൂളിലേക്ക് വരാം, ഐ ഷാൾ, വി ഷാൾ എന്ന് പറഞ്ഞാൽ നോർമലാണ്, നോർമൽ കേസാണ്, സ്ട്രോങ് ഡിറ്റർമിനേഷൻ അല്ല. അപ്പോൾ ഞാനും നിങ്ങളും ചെയ്യും എന്ന അർത്ഥത്തിൽ. രണ്ട്, ഒരാൾക്ക് പ്രോമിസ് കൊടുക്കാൻ ഞാനും നിങ്ങളും ചെയ്യാം എന്ന അർത്ഥത്തിൽ. മൂന്ന്, അവനും അവരും അവളും ഒക്കെ ചെയ്തിരിക്കും എന്ന അർത്ഥത്തിൽ ഉറപ്പായിട്ട് പറയാൻ ഷാൾ ഉപയോഗിക്കും. അപ്പോൾ ഇതേ കേസിൽ തന്നെ ഞാനും നിങ്ങളുമാണ് അഷ്വറൻസ് കൊടുക്കുന്നെങ്കിലോ ഐ വിൽ, വി വിൽ. ഓക്കെ, മനസ്സിലായി? നെക്സ്റ്റ്, ചെയ്തോട്ടെ എന്ന അർത്ഥത്തിൽ ചില പൊളൈറ്റ് റിക്വസ്റ്റസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ വിശദീകരിച്ചോട്ടെ, ഷാൾ ഐ എക്സ്പ്ലെയിൻ? ഞങ്ങളിപ്പോൾ പോയിക്കോട്ടെ, ഷാൾ ഐ ഗോ നൗ? ഞാൻ വാഹനം ഓടിച്ചോട്ടെ, ഷാൾ ഐ ഡ്രൈവ്? ഷാൾ ഐ ഡു ദിസ്? ഷാൾ ഐ ഡു ദാറ്റ്? ഇങ്ങനെ ചെയ്തോട്ടെ, ചെയ്തോട്ടെ, ചെയ്തോട്ടെ. ഇവിടെ നമ്മൾ ഒരാളോട് റിക്വസ്റ്റ്, പൊളൈറ്റ് റിക്വസ്റ്റ് നടത്താൻ ഞാനും നിങ്ങളും, അതായത് ഐയും വിയും റിക്വസ്റ്റ് നടത്താൻ വേണ്ടി ഷാൾ, ഷാളായി, ഷാൽവി, ഷാളായി, ഷാൽവി, ഷാളായി, ഷാൽവി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർത്ത് യൂസസ് ഓഫ് ഷാൾ. അപ്പോൾ ഷാളിൻ്റെ നാലാമത്തെ ഉപയോഗം എന്താ? റിക്വസ്റ്റ് നടത്താൻ. അതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്, ഷാളായി, ഷാൽവി. ഇനി അഞ്ചാമത്തെ ഉപയോഗം ഷാൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. ചെയ്തേക്കണം, ഓ ചെയ്തിരിക്കണം എന്ന അർത്ഥത്തിൽ ഒരു ഓർഡർ പറയാൻ ഷാൾ ഉപയോഗിക്കും. അതെങ്ങനെയാ? ഹി ഷാൾ ബി ഹാങ്ഡ്, ഷി ഷാൾ റിപ്പോർട്ട് ടു മീ അറ്റ് വൺസ്, യു ഷാൾ ക്യാരി ഔട്ട് മൈ ഓർഡേഴ്സ്. നമുക്ക് ഈ മൂന്നാമത്തേന്ന് വരാം. യു ഷാൾ ക്യാരി ഔട്ട് മൈ ഓർഡേഴ്സ്. നിങ്ങളെൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കിയിരിക്കണം, ചെയ്തിരിക്കണം, അല്ലേ?
ചെയ്തിരിക്കണം, നിങ്ങളെൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കിയിരിക്കണം, നിങ്ങളെൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കിയിരിക്കണം. യു ഷാൽ ക്യാരി ഔട്ട് മൈ ഓർഡേഴ്സ്, യു ഷാൽ ക്യാരി ഔട്ട് മൈ ഓർഡേഴ്സ്. അവൾ ഉടനെ തന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഷീ ഷാൾ റിപ്പോർട്ട് മീ അറ്റ് വൺസ്, ഉടൻ തന്നെ, അറ്റ് വൺസ്. അല്ലെങ്കിൽ ഷീ ഷാൾ റിപ്പോർട്ട് ടു മീ വെരി സൂൺ, ഇമ്മീഡിയറ്റ്ലി. ഷീ ഷാൾ റിപ്പോർട്ട് ടു മീ ഇമ്മീഡിയറ്റ്ലി. ഷീ ഷാൾ റിപ്പോർട്ട് മീ, ഷീ ഷാൾ റിപ്പോർട്ട് ടു മീ അറ്റ് വൺസ്. അവൾ ഉടനെ തന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഹി ഷാൾ ബി ഹാങ്ഡ്. ഇത് പാസീവ് വോയിസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോഡൽ വെർബുകളുടെ കൂടെ ഒരു ബി ഇങ്ങനെ ചെയ്യപ്പെട്ടേക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ തൂക്കിലേറ്റിയേക്കണം, ചെയ്തേക്കണം, തൂക്കിലേറ്റിയേക്കണം. ഹി ഷാൽ ബി ഹാങ്ഡ്. അവനെ കൊന്നേക്കണം. ഹി ഷാൽ ബി കിൽഡ്. മനസ്സിലായില്ലേ? ഹി ഷാൽ ബി കിൽഡ്. അത് അവിടുന്ന് റിമൂവ് ചെയ്തേക്കണം. ഇറ്റ് ഷാൽ ബി റിമൂവ്ഡ്, ബി റിമൂവ്ഡ്, ബി റിമൂവ്ഡ്, ബി കിൽഡ്, ബി ഡൺ. മനസ്സിലായോ? എവിടെയാണ് നമ്മൾ ബി ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു വെർബിനെ പാസീവ് ഫോമിലേക്ക് മാറ്റാൻ. ബി ഹാങ്ഡ്, ബി ഡൺ, ബി കിൽഡ്, ബി റിട്ടൺ, ബി റിമൂവ്ഡ്, ബി സെൻഡ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഹി ഷാൽ ബി ഹാങ്ഡ്. അവനെ ശിക്ഷിച്ചേക്കണം. ഹി ഷാൽ ബി പണിഷ്ഡ്. മനസ്സിലായില്ലേ? സംഗതി ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആറാമതായിട്ട് ഷാൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ചില ത്രട്ടുകളിലാണ്. ചില ത്രട്ട്, ഭീഷണി. ത്രട്ട് മീൻസ് ഭീഷണി. ഈ തീരുമാനത്തിൽ നീ ദുഃഖിക്കേണ്ടി വരും. യു ഷാൽ ബി റിഗ്രറ്റ് ദിസ് ഡിസിഷൻ. യു ഷാൽ റിഗ്രറ്റ് ദിസ് ഡിസിഷൻ. യു ഷാൽ റിഗ്രറ്റ് ഓൺ ദിസ് ഡിസിഷൻ. ഈ തീരുമാനത്തിൽ നീ ദുഃഖിക്കേണ്ടി വരും. യു ഷാൽ റിഗ്രറ്റ് ദിസ് ഡിസിഷൻ, അല്ലെങ്കിൽ യു ഷാൽ റിഗ്രറ്റ് ഓൺ ദിസ് ഡിസിഷൻ. യു ഷാൽ ഫേസ് ദ കോൺസിക്വൻസസ്. അനന്തരഫലങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടി വരും. അഭിമുഖീകരിക്കേണ്ടി വരും. യു ഷാൽ ഫേസ് ഇൻ ദ കോൺസിക്വൻസസ്. യു ഷാൽ ഫേസ് ദ കോൺസിക്വൻസസ്. അനുസരിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. യു ഷാൽ സഫർ ഇഫ് ദേ ഡോണ്ട് കംപ്ലൈ. ദേ ഷാൽ സഫർ ഇഫ് ദേ ഡോണ്ട് കംപ്ലൈ. അവർ അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരും. ഷാൾ, ചെയ്യേണ്ടി വരും. ഷാൾ, യു ഷാൾ, നീ ചെയ്യേണ്ടി വരും. ഹി ഷാൾ, അവൻ ചെയ്യേണ്ടി വരും. ദേ ഷാൾ, അവർ ചെയ്യേണ്ടി വരും. ഓക്കെ? യു ഷാൽ റിഗ്രറ്റ്, നീ ദുഃഖിക്കേണ്ടി വരും. യു ഷാൽ ഫേസ് ദ കോൺസിക്വൻസസ്, നീ അനന്തരഫലങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ദേ ഷാൽ സഫർ, അവർ അനുഭവിക്കേണ്ടി വരും. ക്ലിയർ ആയില്ലേ? ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന അർത്ഥത്തിൽ ഷാൾ ഉപയോഗിക്കുന്നു. ഷാളിൻ്റെ അടുത്ത ഉപയോഗം ചെയ്തോട്ടെ അല്ലെങ്കിൽ ചെയ്താലോ എന്ന അർത്ഥത്തിൽ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. പെർമിഷൻ, അനുമതി, സീക്കിങ് അതേഴ്സ് ഒപ്പീനിയൻ. നേരത്തെ ഞാൻ പറഞ്ഞത് പൊളൈറ്റ് റിക്വസ്റ്റിനാണ്. ഷാൽ വി ഡൂ ദിസ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് റിക്വസ്റ്റാണ്. അതേപോലെ തന്നെയാണ്, രണ്ട് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. പെർമിഷൻസ്. ഷാൽ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ജനൽ തുറന്നോട്ടെ. ഷാൽ വി ടേക്ക് എ ബ്രേക്ക്, നമുക്കൊരു ഇടവേള എടുത്താലോ. അപ്പം നോക്കിയേ, അത് ചെയ്താലോ എന്ന് പറയുന്നത് ഒരു സീക്കിങ് അതേഴ്സ് ഒപ്പീനിയനാണ്. സീക്കിങ് അതേഴ്സ് ഒപ്പീനിയൻ. അല്ലെങ്കിൽ ചെയ്തോട്ടെ എന്ന അർത്ഥത്തിൽ പെർമിഷൻ. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിപ്രായം ചോദിക്കാൻ വേണ്ടി, ഷാൽ വി ടേക്ക് എ ബ്രേക്ക്, നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ചോദിക്കുന്ന മറ്റൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കലാണ്. അങ്ങനെ ചെയ്തോട്ടെ, ചെയ്താലോ എന്ന അർത്ഥത്തിൽ ഷാൾ ഉപയോഗിക്കുന്നു. കാര്യം വ്യക്തമായല്ലോ? അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരിക തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റിലേക്കായിരിക്കും. നാലാമത്തെ പോയിന്റ് എന്താ? ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് ഇപ്പോൾ അവസാനമായി പറഞ്ഞ പോയിൻറ്റും. ഇവിടെ ഷാൾ ഐ എക്സ്പ്ലെയിൻ, ഞാൻ വിശദീകരിച്ചോട്ടെ, അല്ലേ? ഷാൾ വി ഗോ നൗ, ഞങ്ങളിപ്പോൾ പോയിക്കോട്ടെ. ഇവിടെ അതുതന്നെയാണ്, ചെയ്തോട്ടെ. ഏഴാമത്തെ പോയിൻ്റ് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ തന്നെ സീക്കിങ് അതേഴ്സ് ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ചോദിക്കാൻ കൂടി എന്ത് ചെയ്യാം? ഈ ഒരു മോഡൽ യൂസ് ചെയ്യാം.
ഇങ്ങനെ ചെയ്താലോ ഷാൾ വി ടേക്ക് എ ബ്രേക്ക്, നമുക്ക് ബ്രേക്ക് എടുത്താലോ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ 7ാമത്തെ പോയിൻ്റ് മനസ്സിലായല്ലോ. നേരത്തെ പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്, അപേക്ഷ. ഇവിടെ ചെയ്തോട്ടെ എന്ന അർത്ഥത്തിൽ പെർമിഷൻ ചോദിക്കാൻ. ഷാൾ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ജനൽ തുറന്നോട്ടെ. ഒപ്പം മറ്റുള്ള ഒരാളുടെ ഒപ്പീനിയൻ, അഭിപ്രായം, അതായത് കൂടെയുള്ള ആളുടെ അഭിപ്രായം. ഷാൾ വി, നമുക്കിങ്ങനെ ചെയ്താലോ. ഷാൾ വി ടേക്ക് എ ബ്രേക്ക്, നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്നൊക്കെ ചോദിക്കാനും ഈ ഒരു വാക്ക് ഉപയോഗിക്കാം. അങ്ങനെ 7 പോയിൻറ്റുകളാണ് നമുക്ക് ഇവിടെ ഷാളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.